ഹായ് ഓൾ, യുണീക്ക് ലേണിംഗ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കീം രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പല ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് സിസ്റ്റത്തിനകത്ത് ആദ്യം സേവ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് ഏത് ഫോർമാറ്റാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫോർമാറ്റിൽ വേണം അത് സേവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പറയുന്ന സൈസിൽ ആദ്യം സേവ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് കഴിയുമ്പോൾ നിങ്ങൾ ce.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കീം 2025 ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. അതിനകത്ത് നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരായതുകൊണ്ട് രജിസ്റ്റർ ഹിയർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ പിന്നീട് കയറാനാണ് ഈ കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ബോക്സുകളൊക്കെ വരാം. ആ ബോക്സുകൾ എല്ലാം ടിക്ക് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന സ്ക്രീൻ ഇതാണ്. ആ സ്ക്രീൻ അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ആ പേജിൻ്റെ എൻഡ് വരെ എത്തിക്കുക. ഓക്കെ, ക്യാപ്ച എൻ്റർ ചെയ്യുക, രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീൻ ഇതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അത് സ്ക്രോൾ ചെയ്ത് താഴെ എത്തിക്കുക. താഴെ എത്തിക്കുമ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്യണോ കൺഫേം ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, കൺഫർമേഷൻ ആണെങ്കിൽ കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേജ് ഇതാണ്. ഇതിനകത്ത് ഒരു വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലോട്ട് അയച്ചത് കാണും. അത് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീൻ ഇതാണ്. ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി വന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഇത് പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീൻ ഇതാണ്. ഇതിനകത്ത് ഫിൽ ആപ്ലിക്കേഷൻ ഫോം, ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ആ ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടിക്ക് ആയിക്കോളും. ഓക്കെ, ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ പുതിയ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനകത്ത് നമ്മൾ എവിടെയാണ്, ഔട്ട്സൈഡ് ഇന്ത്യ ആണോ, പിന്നെ ബാക്കി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റേഴ്സ്, കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യാം. 8 സെൻറ്ററും സെലക്ട് ചെയ്യണം. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അടുത്തൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴെ എത്തിക്കുക. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ കാണും. ഓക്കെ, എന്നിട്ട് അടുത്ത ഒരു പേജ് ജനറേറ്റ് ആയി വരും. അതിനകത്ത് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്ക്രീനിൻ്റെ താഴെ എത്തി സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ വരുന്ന സ്ക്രീൻ ഇതായിരിക്കും. ആ സ്ക്രീനിൽ വീണ്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഏത് എക്സാമാണ് പാസ്സായത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ സ്ക്രീൻ വരും. അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അതിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനാണ് ഇത്. ഈ സ്ക്രീനിൽ കമ്മ്യൂണിറ്റി ക്ലെയിം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി, മദറിൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. താഴെ സേവ് ആൻഡ് പ്രൊസീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ അടുത്ത ഒരു സ്ക്രീൻ നിങ്ങൾക്ക് വരും. ഈ വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം. ആ സ്ക്രീനിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ മൈനോറിറ്റി കോട്ടയിൽ ക്ലെയിം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് വരുന്നത് ഇതുപോലൊരു സ്ക്രീനാണ്. ആനുവൽ ഫാമിലി ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങൾ, റവന്യൂ ഡിസ്ട്രിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് സ്ക്രോൾ ചെയ്ത് താഴോട്ടുണ്ട് വരിക. എന്നിട്ട് അതും സേവ് ആൻഡ് പ്രിവ്യൂ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന സ്ക്രീൻ ഇതായിരിക്കും. ഈ സ്ക്രീനിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെയോ പാരൻറ്റിൻ്റെയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് ഫെയിലുവർ ആയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം.
കൊടുത്തു കഴിഞ്ഞ് അത് സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് താഴെ എത്തുമ്പോൾ ഇങ്ങനെ കാണും. അത് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നത് ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും. അതിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഏതെല്ലാം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു അതൊക്കെയാണ്. അതിൻ്റെ താഴെ എത്തുക. താഴെ എത്തുമ്പോഴത്തേക്ക് ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കണം. അത് സബ്മിറ്റ് ചെയ്യണം. സേവ് ആൻഡ് ഫൈനലൈസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്യാനുള്ള പേജ് വരും. അതിനകത്ത് പേ ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീൻ ഇതാണ്. എമൗണ്ട് എത്ര എന്നൊക്കെ കാണിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ വരും. എന്താണ്, ഡു നോട്ട് റീഫ്രഷ് ചെയ്യരുത്, ബാക്ക് അടിക്കരുത്, പിന്നെ ക്ലോസ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കാണും. അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. അടുത്തത് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേക്ക് പേയ്മെൻറ്റ് ഫോർ 875 എന്നാണ് എൻ്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പേജ് വരും. അതിനകത്ത് ഇനി ഫയൽസ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ അതിനകത്ത് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ആദ്യത്തെ SLCയുടെ ഡീറ്റെയിൽസ് ആണ്. ആ ഡോക്യുമെൻ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ 1 by 1 ഇതിനകത്തുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുക, പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും. എന്നിട്ട് ലാസ്റ്റിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് കീം രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകൾ. വളരെ ഈസിയാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മളിനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം. ബൈ.